Hi dear students, welcome back to the chapter Permutations and Combinations. നമ്മൾ പെർമ്യൂട്ടേഷൻ പറഞ്ഞു, കോമ്പിനേഷൻ പറഞ്ഞു അല്ലെ, ഒരുപാട് പ്രോബ്ലം ചെയ്തു. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചെയ്യും. ഓക്കെ, 52 ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സ്. പ്ലേയിങ് കാർഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 52 കാർഡുകളാണ് ആകെയുള്ളത്. ആകെ 52 കാർഡ്സ്. ഓക്കെ, ഇതിൽ പകുതി റെഡ് കളറും ബാക്കി പകുതി ബ്ലാക്ക് കളറുമാണ്. എന്ന് പറഞ്ഞാൽ പകുതിയാണ് 26 അല്ലെ. 26 റെഡും ഉണ്ട്, 26 ബ്ലാക്കും. റെഡ്, 26 ബ്ലാക്ക്. ഇനി 26ന്റെ പകുതി 13 അല്ലെ. ഇത് 13 രണ്ട് സ്യൂട്ടുകളായിട്ട് മുറിക്കും. ഇതിനെ രണ്ട് സ്യൂട്ടാക്കി മുറിക്കാം. ഒന്നാമത്തെ സ്യൂട്ടിന്റെ പേര് ഹേർട്ട്, അതിൽ 13 ഉണ്ട്. രണ്ടാമത്തത് ഡയമണ്ട്, അതിലുണ്ട് 13. ഓക്കെ, അപ്പൊ 13 ഹേർട്ട്, 13 ഡയമണ്ട്, അങ്ങനെ 13, 26 മൊത്തം റെഡ് കളറാണ്. ഇനി അവിടെ ബ്ലാക്ക്, അവിടെ രണ്ടായിട്ട് മുറിയാണ്. ഇതാ, ഇതിൽ 13 ക്ലബാണ്, ക്ലബ് എന്ന സ്യൂട്ട്. പിന്നത്തെ 13 സ്പെയ്ഡ്, അങ്ങനെ 13. ആകെ 52 കാർഡ്. 26 ബ്ലാക്ക് ആണ്, 26 റെഡ് ആണ്. റെഡിൽ തന്നെ 13 ഡയമണ്ട്, 13 ഹാർട്ടും ഉണ്ട്. 26 ബ്ലാക്കിൽ 13 ക്ലബ്, 13 സ്പെയ്ഡ്. ഇങ്ങനെ 4 സ്യൂട്ടുകളായിട്ട് മുറിക്കും. ഈ സ്യൂട്ടിന് അതേമാതിരി ഇവിടെയൊക്കെ ഒരുപോലെ തന്നെയാണ് ഇവരെ കാർഡുകൾ. 13 കാർഡും ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പൊ ഒന്നിനെ കുറിച്ച് മാത്രം പറയാം. ഇവിടെയുള്ള 13 കാർഡില് ഓരോ കാർഡിലുണ്ട്. ഒന്നാമത്തെ 1, 2, 3, 4 അങ്ങനെയാണ്. ഒന്നാമത്തെ കാർഡ് 1 എന്നുള്ളതിന് പകരം ഏസ്, ഇതാണ് ഒന്നാമത്തെ കാർഡ്. പിന്നെ 2, 3, 4, 5 അങ്ങനെ പോയി 10 വരെ. ഒന്നൊരു 10 കാർഡായി. പിന്നെ 3 കാർഡില്ലേ, അതിൽ 1 കിങ്, പിന്നെ ക്യൂന്, പിന്നെ ജാക്ക്. ഇത് 10. ഇവിടെ 3 ഉണ്ട്, കിങ്, ക്യൂന്, ജാക്ക്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഒന്നാമത്തത് ഏസ്, പിന്നെ 2, 3, 4 അങ്ങനെ 10 വരെ. പിന്നെ ഒരു കിങ്, ക്യൂന്, ഒരു ജാക്ക്. കിങ്, ക്യൂന്, ജാക്ക്. അതുപോലെ ഇവിടെ ഒരു ഏസ് ഉണ്ട്, പിന്നെ അങ്ങനെ പോയിട്ട് 10 വരെ. പിന്നെ ഒരു കിങ്, ക്യൂന്, ജാക്ക്. ഓക്കെ, പിന്നെ ഏസ് 2 മുതൽ അങ്ങനെ പോയി 10 വരെ. കിങ്, ക്യൂന്, ജാക്ക്. ഓക്കെ, ഇപ്പൊ മൊത്തം 52 കാർഡിൽ 26 റെഡ്, 26 ബ്ലാക്ക്. 4 സ്യൂട്ടുകൾ, ഓരോ സ്യൂട്ടിലും 13 വീതം. ഒരു സ്യൂട്ടിൽ ഒരു ഏസ്. അപ്പൊ മൊത്തം 4 സ്യൂട്ടിൽ 4 ഏസ്. ആകെ 52 കാർഡിൽ 4 ഏസുകൾ വരും. കിങ്, ക്യൂന്, ജാക്ക്. ഇവിടെ കിങ്, ക്യൂന്, ജാക്ക്. ഓരോ സ്യൂട്ടിലും ഒരു കിങ്, ഒരു ക്യൂന്, ഒരു ജാക്ക്. അപ്പൊ മൊത്തം 4 കിങ്, 4 ക്യൂന്, 4 ജാക്ക്. ഈ കിങ്, ക്യൂന്, ജാക്ക് ഇവയെ മൊത്തത്തിൽ ഫേസ് കാർഡ്സ് എന്ന് പറയും. ഫേസ് കാർഡ്. ഇത് 3 ഫേസ് കാർഡ്. ഇവിടെ 3, 4 × 3 12 ഫേസ് കാർഡുകൾ. മൊത്തം 52 കാർഡുകൾ. 26 റെഡ് ആണ്, 26 ബ്ലാക്ക് ആണ്. റെഡില് ഹേർട്ട്, ഡയമണ്ട് ആണ് 2, 13 വരെ വരുന്ന 2 സ്യൂട്ട്. ക്ലബ്, സ്പേഡ് എന്ന് പറഞ്ഞ ബ്ലാക്കില് 2 സ്യൂട്ടുകൾ. ഓരോ സ്യൂട്ടിലും 13 വീതം. ഓരോ സ്യൂട്ടിലും ഓരോ ഏസ് ഉണ്ട്. അപ്പൊ 4 ഏസ് മൊത്തം. ഓരോ സ്യൂട്ടിലും കിങ് ഓരോന്നുണ്ട്, ക്യൂന്, ജാക്ക് ഓരോന്ന്. കിങ്, ക്യൂന്, ജാക്ക് ആ ടീമിനെ ഫേസ് കാർഡ് എന്ന് പറയും. അപ്പൊ ഇതില് 3 ഫേസ് കാർഡ്. 3, 3, 6, 3, 9, 3, 12 ഫേസ് കാർഡ്. ഇതാണ് 52 ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സിന്റെ അവസ്ഥ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. What is the number of ways of choosing 4 cards from a pack of 52 playing cards? In how many of these? First question. 4 cards are of the same suit. Second, 4 cards belongs to 4 different suits. Third question, are face cards. Fourth question,
2 are red cards and 2 are black cards. Last question. Cards are of the same color. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് 52 കാർഡിലെ 4 കാർഡ് നമുക്ക് ചൂസ് ചെയ്യാം. ആ 4 കാർഡ് ചൂസ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻസ് ആണ്. ഏതൊക്കെ തരത്തിലാ? 4 ഒരേ സ്യൂട്ട് നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ 4 ഡിഫറന്റ് സ്യൂട്ട് നിന്നാണെങ്കിൽ, 2 റെഡ് കളറും 2 ബ്ലാക്കും ആണെങ്കിൽ, 4 ഒരേ കളറാണെങ്കിൽ, അല്ലെങ്കിൽ 4 ഫേസ് കാർഡ് ആണെങ്കിൽ, അങ്ങനെയുള്ള ചോയ്സ്, അങ്ങനെയുള്ള ചാൻസുകളൊക്കെയാണ്. അങ്ങനത്തെ എത്ര തരത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? മൊത്തം 52 കാർഡിൽ 4 കാർഡ് വരുന്ന എത്ര തരത്തിൽ ചൂസ് ചെയ്യാം? There are 52 playing cards and we need to choose or we need to select 4 from them. 52 കാർഡിൽ 4 കാർഡ് വരുന്ന എത്ര സെലക്ഷൻ നടത്താം? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെയാണ് ഓപ്ഷൻസ് ഒക്കെ വന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ 52C4 ways. അല്ലെ, 52ൽ 4 എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ? 52C4 എങ്ങനെയാ? 52 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു, പിന്നെ 52 4 വർക്ക് എത്ര ചെയ്താ? 48 ഫാക്ടോറിയൽ 48 അല്ലേ? ഈ 48 ഫാക്ടോറിയലും ഇവിടെ 48, ഇവിടെ 1 മുതൽ 52 വരെ ഉണ്ട്, ഇവിടെ 1 മുതൽ 48 വരെ. അപ്പൊ 48 വരെയുള്ളത് മൊത്തം വെട്ടിപ്പോയാൽ ബാക്കിയുടെ 49 50 51 52 അല്ലെ? 48 വരെ പോയി ബാക്കി 49 50 51 52 ഇൻറ്റു ഉണ്ട് അല്ലെ? ഇവിടെ 48 വരെ പോയി, ഇവിടെ ബാക്കി 1 2 3 4 അല്ലേ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. ഇത് തമ്മിൽ വെട്ട എത്ര ചെയ്താ? 25 അല്ലെ? പിന്നെ 1 മെയിൻ ഉണ്ട്, ഇതിനെ വെട്ടാൻ പറ്റിയ അത് വെട്ട 51 3 വെട്ടിയ 17, 3 17 51. അപ്പൊ അത് വെട്ടിയ ഇവിടെ 17 വരും. പിന്നെ അത് വെട്ടാൻ പറ്റും 4 കൊണ്ട് വെട്ട. ഇത് 4 കൊണ്ട് ഇട്ട് 1, പിന്നെ 4 കൊണ്ട് 52നെ 4 കൊണ്ട് വെട്ട 2 കൊണ്ട് ഇട്ടാ പകുതി എടുക്കുക. 4 കൊണ്ട് ഇട്ടാ പകുതിന്റെ പകുതി. 52നെ 4 കൊണ്ട് ഇട്ടാ 52 പകുതിന്റെ പകുതി. 52 പകുതി 26, അതിന്റെ പകുതി 13 അല്ലെ? അപ്പൊ ലാസ്റ്റ് ആൻസർ ഏതൊക്കെയാ? ഇത് 49 ഉണ്ട്, 25 ഉണ്ട്, 17 13. ഇത് മൊത്തം കൊടുക്കാം. 2,70,70,725 തരത്തിൽ നമുക്ക് അവിടുന്ന് 4 വീതം വരുന്ന കാർഡ്സുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഇതിന്റെ സബ് പിന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 52ൽ എത്ര തരത്തിൽ 4 സെലക്ട് ചെയ്യാം? ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 4 cards are of the same suit. നമുക്ക് 4 കാർഡിലെ വേണ്ടത് എത്ര തരത്തിൽ പറ്റും നമ്മൾ വന്നു. അങ്ങനെ 4 കാർഡും ഒരേ സ്യൂട്ട് എന്നാണെങ്കിൽ അത് എത്ര തരത്തിൽ? എത്ര സ്യൂട്ട് ഉണ്ട്? 4 സ്യൂട്ട് അല്ലെ? ഹേർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്, സ്പേഡ്. നമ്മൾ എടുക്കുന്ന 4ഉം ഒരേ സ്യൂട്ട് എന്നാണ് എങ്കിൽ അങ്ങനെ എത്ര സെലക്ഷൻ നടക്കും? 4ഉം ക്ലബ്ബ് എന്നാവാൻ പറ്റും, അല്ലെങ്കിൽ 4ഉം ഹേർട്ട്, അല്ലെങ്കിൽ 4ഉം ഡയമണ്ട്, അല്ലെങ്കിൽ 4 സ്പേഡ് അല്ലെ? 4ഉം ഒരേ സ്യൂട്ട് എന്നാണെങ്കിൽ എത്ര തരത്തിൽ സെലക്ഷൻ പറ്റുമെന്നാണ് ചോദ്യം. സോ 4ഉം ഹേർട്ട് എന്നാണെങ്കിൽ 4 cards belongs to the same suit hurt. ഹേർട്ടിൽ നിന്നാണ് എങ്കിൽ there are 13 cards in the suit hurt. We need to choose 4 from them, which is possible in 13C4 ways. 13 ആണ് ഒരു സ്യൂട്ട് എടുക്കുക, അതിലാകെ 13. അവിടെ 4 കിട്ടണം. അപ്പൊ എത്ര ആയിട്ട് പറ്റും? 13C4. ഓക്കെ, എന്റെ വാല്യൂ കാണാം. ഈക്വൽ ടു എങ്ങനെയാ? 13 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 13 4 നമ്മൾ കുറച്ച 9 ഫാക്ടോറിയൽ അല്ലെ? ഇവിടെ 9 വരെ വെട്ടിപ്പോലെ, ബാക്കി 10 11 12 13 ഇവിടെ വരും. താഴെ ഇത് വെട്ടിപ്പോയി ബാക്കി 1 2 3 4 9 വരെ വെട്ടിയ 10 11 12 13. ഇത് കുണിച്ചൊക്കെ 12 ഇൻറ്റു 2 24 ആണ്. ഇത് കുണിച്ചാല് ഞാനിപ്പോ വെട്ടിയ 12 അല്ലേ? ആ 12 ഈ 12 പോയി, ബാക്കി 1 ഇൻറ്റു 2. 1 മെയിൻ അല്ല, ഈ 2ഉം 10ഉം കട്ട് ചെയ്ത് എത്ര? 5. അപ്പൊ പിന്നെ എത്ര? 5 ഇൻറ്റു
13 into 11 അല്ലെങ്കിൽ 11 into 10 അല്ലേ 5 into തമ്മിൽ ഗുണിച്ചു 715 കിട്ടും. ഇത് ഗുണിച്ച് 715. ഓക്കെ, ഇത് ഏതിൻ്റെതാ? ഒന്നാമത്തെ നമ്മൾ ഹേർട്ട് നിന്ന് എടുക്കുകയാണെങ്കിൽ മാത്രം 715. ഇതേമാതിരി തന്നെ ക്ലബൊന്നും സ്പേഡൊന്നും അതുപോലെ ഡയമണ്ടൊന്നും അല്ലെ. If the 4 cards from the heart is possibly 13 C. 4 cards from ഡയമണ്ട് ആണെങ്കിലോ അതും 13 C. ക്ലബ് ആണെങ്കിലും 13 C. അടുത്തതാണെങ്കിൽ 13 C. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ 4 ക്ലബ് അല്ലെങ്കിൽ 4 സ്പേഡ് അല്ലെങ്കിൽ ഡയമണ്ട് അല്ലെങ്കിൽ ഹേർട്ട് അല്ലെ. ഒന്നുകിൽ 13C4 എവിടുത്ത ഹേർട്ട്, അല്ലെങ്കിൽ അല്ലെ അതോ 4 ക്ലബൊന്നും 4 സ്പീഡൊന്നും 4 ഡയമണ്ട് അങ്ങനെയാണോ? അപ്പൊ 4 4 4 16 വരെ മൊത്തം. ഒന്നെങ്കിൽ 4 ഹേർട്ട് അല്ലെങ്കിൽ 4 അപ്പുറത്ത്, അല്ലെങ്കിൽ ഓറല്ലേ. ഓറാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഓറാണെങ്കിൽ പ്ലസ്, ആൻഡ് ആണെങ്കിൽ ഇൻറ്റു. ഓറാണ് 4 ഇതിന്റെ ആൻസർ ആണ് കണ്ടു കേട്ടോ. നമ്മൾ ഒന്നിന്റെ മാത്രം ആൻസർ കണ്ടു വെച്ചതാണ്. 13C4. മറ്റേതാണെങ്കിലോ ഡയമണ്ട് ആണെങ്കിൽ 13C4 അല്ലേ. ക്ലബ് ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും 13C4. ലാസ്റ്റ് സ്പേഡ് ആണെങ്കിലും 13C4. 4 ഇതൊന്നും അല്ലെങ്കിൽ 4 അടുത്ത സീറ്റ് അല്ലെങ്കിൽ 4 അടുത്ത സീറ്റ്. അപ്പൊ അതൊക്കെ കൂട്ടാം. ഓറാണ് അതുകൊണ്ട് പ്ലസ്, ആൻഡ് ആണെങ്കിൽ ഇൻറ്റു കേട്ടോ. ഇതിന്റെ ആൻസർ 715. അപ്പൊ 4 into 715 ചെയ്താൽ മതി. അല്ലെങ്കിൽ 4 into 13C4 ഇതല്ലേ ഇതിന്റെ ആൻസർ. 13C4 4 പ്രാവശ്യം കൂട്ടാൻ 13C4 4 ഗുണിച്ചാൽ മതി. അപ്പൊ 4 into ഇതിന്റെ വാല്യൂ 715. 715 into 4 ചെയ്താൽ മതി. 2860 തരത്തിൽ നമുക്ക് 4 കാർഡ് കിട്ടാം. എങ്ങനെ? 4 ഒരേ സ്യൂട്ട്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4 കാർഡിലെ 4 cards 4 belongs to different suits. 4 വ്യത്യസ്ത സ്യൂട്ടുകൾ ആണെങ്കിൽ 4 സ്യൂട്ട് അല്ലേ. ആദ്യ സ്യൂട്ട് ഒരു കാർഡ്, പിന്നത്തിനൊന്ന്, പിന്നത്തിനൊന്ന്, പിന്നത്തിനൊന്ന്. അപ്പൊ 4 കാർഡല്ലേ. അങ്ങനെ എത്ര തരത്തിൽ പറ്റും? 4 ഒരേ സ്യൂട്ട് എന്നാണ് നമ്മൾ പറഞ്ഞു. 4 ഡിഫറെന്റ് സ്യൂട്ട് എന്നാണെങ്കിൽ കാരണം ക്ലബിന്ന് സ്പേഡൊന്ന്, ക്ലബൊന്ന്, ഹേർട്ടൊന്ന്, ഡയമണ്ട് ഒന്ന് അങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ എത്ര തരത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും? ഓക്കെ, so we need to take 1 card from heart and 1 from diamond, 1 from club and 1 from spade. ഹേർട്ട് ഒന്ന് എടുക്കാനുള്ള പ്രോപ്പർട്ടി എത്ര? നല്ല ചാൻസ് അതിന്റെ ഹേർട്ടിൽ ഒന്ന് കിട്ടാനുള്ള എത്ര വരിക? 13 അല്ലേ ആകെ. 13ൽ നിന്നും നമുക്ക് എന്ത് വേണം? 1 എടുക്കണം. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ 13C1 ways. We need to take 1 card from each suit. So we need to take 1 from heart, 1 from diamond, 1 from club and 1 from spade. സ്പേഡ് എന്നാണെങ്കിൽ 13 1 എടുക്കണം. ക്ലബ് എല്ലാം ഓരോ എടുക്കട്ടെ. ഓക്കെ, അപ്പോ ഇവിടുന്ന് 1 അല്ലെങ്കിൽ അവിടുന്ന് 1 അല്ലെങ്കിൽ അല്ല. ഇവിടുന്ന് 1 അല്ലെങ്കിൽ എന്നാണ്. ഇവിടുന്ന് 1 പിന്നെ 1 അപ്പുറന്ന് പിന്നെ 1 അപ്പുറന്ന് പിന്നെ 1 അപ്പുറന്ന് അങ്ങനല്ലേ. ദിസ് 1 ഫ്രം ഹിയർ 1 ആൻഡ് ഫ്രം ദർ 1 ആൻഡ് ആണ് അല്ലേ. അതുകൊണ്ട് ഇൻറ്റു 1. ക്ലബിൽ നിന്നും ഒരു കാർഡ് ഇങ്ങനെ, സ്പേഡിൽ നിന്ന് 1 ഇങ്ങനെ, ഡയമണ്ട് ഇങ്ങനെ, പിന്നെ ഏതാണ് ഹേർട്ട് ഇങ്ങനെ. ഓറായിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? പ്ലസ് ആണ്. ഇവിടെ ആൻഡ് ആണ്. ആൻഡ് ആയതുകൊണ്ട് എല്ലാം മൾട്ടിപ്ലൈ ആണ്. 13C1 എന്താ? C1 ആണെങ്കിൽ ഒന്ന് ആൻസർ നമ്മൾ പറഞ്ഞത്. NC1 ആണ് N ആണ്. 7C1 7, 20C1 20. അപ്പൊ 13C1 ഇതിന് ആൻസർ 13 ആണ്. 13 into 13 into 13 into 13 into 13 into 13 into 13 അല്ലേ. 4 13 അല്ലേ. 13⁴ എഴുതിയാൽ മതി. അല്ലെങ്കിൽ എന്റെ വാല്യൂ കാണാം. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി. ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഓൾ ആർ ഫേസ് കാർഡ്സ്. എല്ലാം ഫേസ് കാർഡ് ആകുകയാണെങ്കിൽ അങ്ങനെ എത്ര തരത്തിൽ സെലക്ട് ചെയ്യും? മൊത്തം 52 ഉണ്ട്. 4 ഷൂട്ടുകളൊക്കെ പറഞ്ഞു. ഫേസ് കാർഡുകൾ എടുക്കണ 4 ഫേസ് കാർഡ് ആവുകയാണെങ്കിൽ എത്ര തരത്തിൽ പറ്റും? എത്ര ഫേസ് കാർഡ് ഉണ്ട്? ഒരു ഷൂട്ടിൽ 3 എണ്ണം, അപ്പുറത്ത് 3 3 3 3 4 1 12 ആണല്ലേ. There are 12 face cards and we need to take 4 from them. It is possible in എത്ര തരത്തിൽ പറ്റും? 12C4 ways അല്ലേ. ആകെ 12 ഫേസ് കാർഡ് അല്ലേ. അതിന് 4 എത്ര പറ്റും? 12C4 ways. It is equal to 12 factorial
by 4 factorial into 12 ഉം 4 ഉം കുറച്ചാ 8 factorial. 8 വരെ വെട്ടിപ്പോയി. ബാക്കി ഇവിടെ ഏതാ? 9, 10, 11, 12 ഇവിടെ ഉണ്ട്. താഴെ 1, 2, 3, 4 ആണ്. ഇത് 12 ആ. ആ 12 ഉം 12 ഉം പോയി. പിന്നെ ഇതും കട്ട് ചെയ്യാം 5. ഓക്കെ, ഇത് കുറിച്ചാല് 45. 45 into 11. 45 into 11 4 5 495. 495 തരത്തിൽ നമുക്ക് എങ്ങനെ എടുക്കാം? 4 ഫേസ് കാർഡ് വരുന്ന എടുക്കാൻ പറ്റും. ഓക്കെ, അതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ, 2 cards are red and 2 are black. നമ്മൾ എടുക്കണ 4 അല്ലേ, അതിൽ 2 റെഡും 2 ബ്ലാക്കും കിട്ടാൻ എത്ര തരത്തിൽ അങ്ങനെ സെലക്ഷൻ ചെയ്യാൻ പറ്റും? We need to take 2 black and 2 red. മൊത്തം എത്ര ബ്ലാക്ക് ഉണ്ട്? 26. എത്ര റെഡ്? 26. അപ്പൊ നമ്മൾ എടുക്കുന്ന 2 റെഡ് ഇല്ലേ, എത്രയെന്ന് കിട്ടുള്ളൂ? 26. 26 റെഡ് എന്നല്ലേ 2 റെഡ് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 26 ബ്ലാക്ക് എന്നല്ലേ 2 ബ്ലാക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 2 റെഡ് കൊടുക്കണം, 2 ബ്ലാക്ക് കൊടുക്കണം. So we need to take 2 red cards. 2 red cards from എത്ര റെഡ് ഉണ്ട്? 26 red cards. It is possible in എത്ര ആയത് പറ്റും? 26 C2 ways. And we need to take 2 black cards from 26 black. It is also possible in 26 C2 ways. 2 black ഇത്ര തരത്തിൽ പറ്റും, 2 റെഡ് ഇത്ര തരത്തിൽ. നമുക്ക് 4 അല്ലേ വേണ്ടി? 2 റെഡ് അല്ലെങ്കിൽ 2 ബ്ലാക്ക് ആണ്, 4 ആണ്. ആൻഡ് അല്ലേ, 2 ബ്ലാക്കും 2 റെഡും അല്ലേ, ആൻഡ് ആണ്, അതുകൊണ്ട് ഇൻറ്റു ആണ്. ഓക്കെ, അപ്പോ 26 C2, 26 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ, ബാക്കി കുറച്ചാൽ 24 ഫാക്ടോറിയൽ. ഇവിടെ തന്നെ വരാം 26 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 24 ഫാക്ടോറിയൽ. 24 വരെ പോയി. ബാക്കി ഇവിടെ എത്ര? 25 ഉണ്ട്, 26 ഉണ്ട്. 2 ഫാക്ടറിന് 1 into 2 ആണ് 2 ആണ്. ഇവിടെ തന്നെ 25 into 26 by 2. ഇത് 2 വെട്ടിക്കളയാൻ പറ്റും, 13. ഇത് 2 വെട്ടിക്കളയാൻ 13. 25 25 മുടിച്ചാൽ 625. 13 13 161. ഇത് മൊത്തം മുടിച്ചാൽ മതി. അപ്പൊ ലാസ്റ്റ് ആൻസർ ഇതാ. ഇത്ര തരത്തിൽ നമുക്ക് 2 ബ്ലാക്കും 2 റെഡും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 4 cards are of the same color. 4 ഒരേ കളറാണ്. 4 റെഡ് പറ്റും, അല്ലെങ്കിൽ 4 ബ്ലാക്ക് വേറല്ലോ. അപ്പൊ 4 റെഡ് കളർ എത്ര തരത്തിൽ പറ്റും? 4 red cards can be taken from 26 red cards in എത്ര തരത്തിൽ? 26 C4 അല്ലെങ്കിൽ ബ്ലാക്ക്. 4 black cards can be taken from 26 black cards in 26 C4 ways. 4 റെഡ് ഇത്ര സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 4 ബ്ലാക്ക്, 26 ബ്ലാക്കിൽ 4 ഇങ്ങനെ സെലക്ട്. 4 റെഡ് ഓർ 4 ബ്ലാക്ക്, അങ്ങനെയാണോ? 4 റെഡും പിന്നെ 4 ബ്ലാക്കും, അങ്ങനെയാണോ? 4 റെഡും 4 ബ്ലാക്കും എന്ന് പറയുമ്പോൾ എത്രയായി? 4 4 8 ആൻഡ് പറയുന്നത്. 4 ആണെങ്കിലോ 4 റെഡ് അല്ലെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ 4 ബ്ലാക്ക്, അങ്ങനെയാണെങ്കിൽ 4 ആണെങ്കിൽ ഇത് 4 അല്ലെങ്കിൽ 4 പറയുമ്പോൾ ആകെ 4 കിട്ടുള്ളൂ. ആൻഡ് ആണെങ്കിൽ അത് 4 പിന്നെ ഇത് 4, അപ്പൊ 8 അല്ലേ വരിക. അപ്പൊ ആൻഡ് അല്ല 4 ആണ് മനസ്സിലാക്കുക. 4 ആണെങ്കിൽ മനസ്സിലാക്കുക പ്ലസ് ആണ്. ഇതല്ലേ മൊത്തം വരിക സെലക്ഷന് 2 മണിയേക്കാളാണ്. 26 C4 പ്ലസ് 26 C4, ഇതിന്റെ വാല്യൂ തന്നെ അവിടെ വരിക. അപ്പൊ ഇത് 2 പ്രാവശ്യം കാണണ്ട, 1 പ്രാവശ്യം കണ്ട് ഡബിൾ എടുത്താൽ മതി. 26 C4 എങ്ങനെയാ? 26 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ ഇൻറ്റു തമ്മിൽ കുറച്ചാൽ 22 ഫാക്ടോറിയൽ പ്ലസ് അതിന്റെ അവിടെ വരിക. അപ്പൊ ഇത് 2 പ്രാവശ്യം ചെയ്യുന്ന പകരം 1 പ്രാവശ്യം ചെയ്തിട്ട് ഡബിൾ എടുത്താൽ മതി. 22 വരെ വെട്ടിപ്പോയി. ബാക്കി 23 24 25 26 അല്ലെ, 23 ഉണ്ടാകും, 24 25 26 അത്രയും മുകളിലുണ്ടാവും. 22 വരെ പോയി. ബാക്കി ഇവിടെ 1 2 3 4 ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. 2 ഉണ്ട്. ഈ 2 കട്ട് ചെയ്യാം. പിന്നെ അവിടെ ഉണ്ട്. ഇത് 12 അല്ലേ, ആ 12നെ ഇതുമായി വെട്ടിക്കളയാം. ഇതിൽ എത്ര 12 ആ? 1 12. ഇതിൽ എത്ര 2 പിന്നെ ബാക്കിയുള്ള കുടിച്ചാൽ മതി. ഓക്കെ, കുടിച്ചു നോക്കുക. ആൻസർ. The next question. A group consists of 4 girls and 7 boys. In how many ways can a team of 5 members be selected if each team consists of, first question, no girls,
അറ്റ്ലീസ്റ്റ് 1 ഗേൾ ആൻഡ് 1 ബോയ്, അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് 4 ഗേൾസ് ഉണ്ട്, 7 ബോയ്സും ഉണ്ട്. നമുക്ക് 5 മെമ്പറെ സെലക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ എടുക്കുന്ന 5 മെമ്പറിൽ ഗേൾസ് ഉണ്ടാവും, ബോയ്സ് ഉണ്ടാവും, ചിലപ്പോൾ ബോയ്സ് മാത്രമാവാം, അല്ലെങ്കിൽ ഗേൾസിന്റെ കൂടെ ഒരു ബോയ് ഒക്കെ വന്നിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എടുക്കുന്ന 5 എണ്ണത്തില് 3 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോ ഗേൾസ്, ഗേൾസ് തീരെ വരാൻ പാടില്ല. അങ്ങനെ എത്ര തരത്തിൽ പറ്റും? രണ്ടാമത്തെ ഓപ്ഷന് അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ. ഓരോ 5 എണ്ണത്തിലും ചുരുങ്ങിയത് ഒരാണും ഒരു പെണ്ണും ഉണ്ടാവും. ഒരാണും ഒരു പെണ്ണും എന്തായാലും ഉണ്ടാവും. 2 ആണും ഒരു പെണ്ണായിക്കോട്ടെ, 2 പെണ്ണും ഒരാണും, അങ്ങനെ കുഴപ്പമില്ല. അതിൽ ഓരോ 5 എണ്ണത്തിലും എന്തുണ്ടാവണം? ഒരാണും ഒരു പെണ്ണും ഉണ്ടാവും. അങ്ങനെ എത്ര തരത്തിൽ പറ്റും? പിന്നെ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്, നമ്മൾ എടുക്കുന്ന 5 എണ്ണത്തിൽ ചുരുങ്ങിയത് 5 എണ്ണം വരുന്ന, അങ്ങനെ എത്ര സെലക്ഷൻ നടത്താം? ഇതൊക്കെയാണ് ചോദ്യം. നോക്കാം കേട്ടോ. നോക്കാം, ഗേൾസ് 4 എണ്ണമാണ്, ബോയ്സ് 7 എണ്ണം. ഓക്കെ, നമുക്ക് വേണ്ടത് 5 എണ്ണം. നമ്മൾ എടുക്കുന്ന 5 എണ്ണത്തിൽ ഒന്നാമത് ചെയ്യാം നോ ഗേൾസ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന 5-ല് നോ ഗേൾസ്, ഗേൾസ് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര തരത്തിൽ പറ്റുന്നതാണ്? ഗേൾസ് വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുക്കണേ. ഗേൾസ് വരാൻ പാടില്ലെങ്കിൽ പിന്നെ വരുന്നത് 5 ആരാ? ബോയ്സ് ആണ് അല്ലേ? സോ we need to take 5 boys from 7 boys. അല്ലെ, ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല. It is possible in 7 C5 ways. അതല്ലേ പറ്റുള്ളൂ. ഈ 7 എണ്ണത്തിനല്ല ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, ഇവിടെ എടുക്കാൻ പറ്റില്ല. ഗേൾസ് ഇല്ലാതെ എത്ര തരത്തിൽ പറ്റുന്നതാണ്? 5C5 എത്ര? 7C5 എത്ര? 7 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ കുറച്ചാൽ 2 ഫാക്ടോറിയൽ. 5 വരെ വെട്ടിപ്പോയി, ബാക്കി ഇവിടെ 6ഉം 7ഉം ഉണ്ട് അല്ലെ? താഴെ 1 into 2 ആണ്. അത് കട്ട് ചെയ്ത 3, 21 തരത്തിൽ പറ്റും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കണം 5 അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ. ചുരുങ്ങിയത് ഒരാണും ഒരു പെണ്ണും ഉണ്ടാകും. കൂടിക്കോട്ടെ, മുഴുവൻ ആണാൻ പറ്റില്ല, മുഴുവൻ പെണ്ണുമില്ല. ആ എടുക്കുന്ന 5 എണ്ണത്തിൽ ഒരാണും ഒരു പെണ്ണും ഉണ്ടാകും ചുരുങ്ങിയത്. ഇതാ നോക്കാം, 4 ഗേൾസ് ഇല്ലേ, ഇവിടുന്ന് ഒന്ന് എടുക്കാം, ബാക്കി ഫുൾ ആവും. പറ്റൂലേ? ഇവിടുന്ന് ഒന്ന് ആകെ 5 എണ്ണ വേണ്ടത്. ഒന്ന് ഇവിടുന്ന് എടുക്കാം, ഒരു ഗേളും എടുക്കുക, പിന്നെയോ ബാക്കി എത്ര നമുക്ക് വേണ്ടേ? 4 ബോയ്. 1 ഗേള് 4 ബോയ്. ഇതിക്ക് നോക്കാം, ഇതിൽ ഒരു ഗേളും ഒരു ബോയ് എന്തായാലും ഉണ്ടല്ലോ. ഇങ്ങനെ എടുക്കാനുള്ള സെലക്ഷൻ അല്ലെ? ഒരു പെണ്ണും ബാക്കി 4 ആണും. 1 ഗേൾ ആൻഡ് 4 ബോയ് ക്യാൻ ബി സെലക്ട്. എത്ര അതിൽ പറ്റും? ഈ ഒരു ഗേൾ ഇവിടുന്നല്ലേ, അത് എത്ര അതില്ല? 4C. ഈ 4 ബോയ് ഇവിടുന്നല്ലേ, അപ്പൊ എത്ര? 7C. ഒരു പെണ്ണ് അല്ലെങ്കിൽ 4 ആണല്ല, ഒരു പെണ്ണും പിന്നെ 4 ആണും. അങ്ങനെയല്ല എടുക്കണേ. 4 ആണോ 8 ആണോ? ഒരു പെണ്ണും കൂടാതെ 4 ആണും. ആൻഡ് ആണ്. ആൻഡ് ആണെങ്കിൽ ഇൻറ്റു, ആൻഡ് ഇൻറ്റു. ഇതിന്റെ വാല്യൂ കണ്ടു നോക്കാം, അല്ലെങ്കിൽ വല്ലതും കണ്ടിട്ട് ലാസ്റ്റ് ആഡ് ചെയ്താലും മതി. ഇങ്ങനെ 4C1 ആവാൻ എന്താ? 4 ആണ്. 7C4 ഇവിടെയും ഒരേ നമ്പർ വന്നതാ. ഇത് 4C4 ആണ് അല്ലെ? ഇവിടെ 1 ആണെങ്കിൽ 1 നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരേ നമ്പർ ആണെങ്കിൽ നമ്മൾ 1 പറഞ്ഞു അല്ലെ? ഇവിടെ 0 ആണെങ്കിലോ നമ്മൾ ഈ നമ്പർ പറഞ്ഞു. അപ്പൊ ഇത് 4C1 ആണ്. 4C1ന്റെ ആൻസർ 4 അല്ലെ? 7C4 എങ്ങനെയാ? 7 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ കുറച്ചാൽ 3 ഫാക്ടോറിയൽ. അവിടെ 4 വരെ വെട്ടിപ്പോയി, ബാക്കി ഈ 4 കൂട്ടണ്ട. ഈ 4 ഇവിടെ എഴുതി. 4 വരെ 5, 6, 7 മുകളുണ്ടാവും അല്ലെ? ഇവിടെ 1, 2, 3 ഉണ്ടാവും. ഈ 1, 2, 3 എന്നാൽ മൊത്തം കുറിച്ച 6. ആ 6 പോയി, ബാക്കി ഇതാ ഇത് കുറിച്ച 20. 20 into 7 214. അപ്പൊ 20 into 7 140. 140 തരത്തിൽ നമുക്ക് എന്ത് പറ്റും? ഒരു പെണ്ണും 4 ആണുള്ള പറ്റും. അവിടെ ഒന്നോട്ടെ, അറ്റ്ലീസ്റ്റ് 1. നമുക്ക് വേറെ വരാം കേട്ടോ. ഇത് നമ്മൾ എടുക്കേണ്ടത് 2 പെണ്ണ്, ബാക്കി ഇവിടുന്ന് 6. 2 ഗേളും ബാക്കി തന്നെ 3 ബോയ് അല്ലെ? 2 ഗേൾ ആൻഡ് 3 ബോയ്. മൊത്തം 5 എണ്ണായി. ഇതിൽ ചുരുങ്ങിയത് ഒരാണ് കൊണ്ടുണ്ടല്ലോ. ക്യാൻ ബി പോസിബിൾ. എത്ര ഇതിൽ നമുക്ക് പോസിബിൾ ആണ്? എത്ര ഇതിൽ എടുക്കാൻ പറ്റും? 2 ഗേൾ എവിടുന്ന? ഫ്രം 4 ഗേൾസ്. 3 ബോയ്സ് എവിടുന്ന? 7 ബോയ്സ് അല്ലെ? ഓക്കെ, അപ്പൊ 7 ബോയ്സ് എടുക്കുമ്പോ 7C3. 7ന്ന് 3 ആണ് എടുക്കുക, 4 2 പെണ്ണ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്താൽ മതി?
ഇൻറ്റു ചെയ്യാം. 4c2 പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ഇനിയോ 4 ഇൻറ്റു തമ്മിൽ കുറച്ചെത്ര 2 ഫാക്ടോറിയൽ അല്ലേ. ഇതാ 7c3 7 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ കുറച്ചാൽ 4 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ കുറച്ചാൽ 2 ഫാക്ടോറിയൽ. ഇത് 7 3 7 3 കുറച്ചാൽ 4 ഫാക്ടോറിയൽ. ഇത് 1 2 ഇത് 1 2 ആണ്. 3 4 ഉണ്ടാവും. ഇത് രണ്ടും വെട്ടി അവിടെ 3 4 ഉണ്ടാവും അല്ലെ. അപ്പൊ 3 ഇൻറ്റു 4 അവിടെ താഴെ 1 ഇൻറ്റു 2 ഉണ്ട്. അടുത്തതാ 7 വരെ ഉണ്ട്. ഇവിടെ 4 വരെ 4 വരെ എട്ടിപ്പോയാൽ ഇവിടെ 5 6 7 ഉണ്ടാവും. 5 6 7 മുകളിൽ വരും. താഴെ 1 2 3 അല്ലേ. ഈ 1 2 3 കൊടുത്ത 6 ആ 6 6 പോകും. ഇവിടെ 2 അല്ലേ. ആ 2 4 പോയ 2 ഇതാ ഇത് 6 ആണ്. ഇത് 5 7 35 35 ഇൻറ്റു 6 6 35 105ന്റെ ഇരട്ടി 210. അപ്പോ 2 പെണ്ണും 3 ആണും വരുന്ന 210 രീതിയിൽ എടുക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയ 140 ഇപ്പൊ 210 അല്ലെ. അപ്പൊ ഒരു ഗേൾ എടുത്തിട്ട് പറഞ്ഞ 2 ഇനി 3 ഗേൾ കേട്ടോ. 3 ഗേൾ കൊടുക്കും. 3 ഗേൾ കൊടുക്ക. ബാക്കി എത്ര പോയി 5ക്ക് 2 അല്ലെ. 3 ഗേൾസ് എത്രയാ 4 ഗേൾസ് 3 ഗേൾസ് എടുക്കാം. 4c4 ബേസ്. നമുക്ക് 2 ബോയ്സ് വേണം. എത്രയാ 7 ബോയ്സ്. ഓക്കെ. 3 girls can be taken from 4 girls in 4c3 base. 2 boys can be taken from 7 boys in 7c2 base. അല്ലേ. അപ്പൊ നമ്മൾ കുറിച്ചാൽ മതി. 4c3 4 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ തമ്മിൽ കുറച്ചാൽ 1 ഫാക്ടോറിയൽ ഇൻറ്റു 7c2 7 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ. ഇതും നമ്മൾ ഒന്നിനെ മാറ്റാണെങ്കിൽ ആൻസർ തന്നെ പറഞ്ഞിരുന്നു അല്ലേ. അത് 3 വരെ പോയി. 3 വരെ പോയി. ബാക്കി 4 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ 4 മാത്രം. ഇത് 5 വരെ പോയി. ബാക്കി 6 7 ഉണ്ടാവും. താഴെ തമ്മിൽ വെട്ടിയാൽ മതി. ഓക്കെ. 6 7 42 42ന്റെ ഇരട്ടി 4 2 8 4 84 വരും അല്ലെ. അപ്പൊ ഒരു ആൻസർ കിട്ടി 84. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ പറ്റാം. ഒരു ഗേൾ എടുത്തു 2 ഗേൾ. ഇനി 4 ഗേൾ എടുക്കാം. ഒരു പോയി. അപ്പോഴും ഒരാളൊരു പെണ്ണല്ലേ. അപ്പോ ഇനി 4 ഗേളും ഒരു ബോയിയാണ്. 4 ഗേൾ എങ്ങനെ എടുക്കാം. 4 ഗേൾസ് 4 എങ്ങനെ എടുക്കാം. ഒരു ബോയ് ഇവിടുന്ന് എടുക്കാം. 7 ഒരു ബോയ് എടുക്കാം അല്ലെ. അപ്പൊ 4 ഗേളും ഒരു ബോയ്. 7 1 4c4 എത്ര പടി ഇവിടെ നമ്പർ ആണെങ്കിൽ എന്റെ ആൻസർ 1 ആണ്. അല്ലെങ്കിൽ 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ 0 ഫാക്ടോറിയൽ 1 ആണ് വരിക. 7c1 1 നമ്മൾ പഠിച്ചില്ലേ. 7 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ 7c1 വന്നാൽ ഈ നമ്പറിനെ വരിക. ഇവിടെ 0 ആണെങ്കിൽ ആൻസർ 1. ഇവിടെ ഒരേ നമ്പർ ആണെങ്കിൽ 1. ഇവിടെ 1 ആണെങ്കിൽ ഈ നമ്പർ. അപ്പൊ 1 × 7 എത്ര. ഒരു പെണ്ണ് ബാക്കി 4 ആണ്. 2 പെണ്ണ് 3 ആണ്. 3 ഗേള് 2 പോയി അല്ലെ. 4 ഗേള് 1 പോയി. 5 ഗേളൊന്നും എടുക്കാൻ പറ്റൂല. ഇനി എടുത്തിട്ടും കാര്യമില്ല. 5 ഗേൾ എടുത്താൽ അവിടുന്ന് പിന്നെ പോയി എടുക്കാൻ പറ്റില്ല. ആ കാര്യം തന്നെ വേണ്ടുള്ളൂ. അപ്പൊ നമുക്ക് പോയി എടുക്കും. അപ്പൊ ഇനി ഇതൊക്കെ കൂട്ടിയാൽ മതി അല്ലെ. 140 ഏതൊക്കെ കൂട്ടാം. മൊത്തം 140 ഉണ്ട്, 210 ഉണ്ട്, 84 ഉണ്ട്, 7 ഇതൊക്കെ കൂട്ടാം. 441 ലാസ്റ്റ് ആൻസർ. ഓക്കെ. ഇനി അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്. നമ്മൾ എടുക്കുന്ന 5 അല്ലേ. അതിൽ ചുരുങ്ങിയത് 3 ഗേൾസ് ഉണ്ടാവും. ചുരുങ്ങിയ 3 പറഞ്ഞാൽ 3 ആവാം. അതിന് മേലക്കും ആവാൻ നടക്കും. അങ്ങനെ എത്ര ഇത് പറ്റുന്ന ചുരുങ്ങിയത് 3 ഗേൾസ്. അപ്പൊ 3 പറയാൻ പറ്റില്ല. 3 ഗേൾ എടുക്കുക. ബാക്കി പോയി എടുക്കുക. 2 പറ്റും. ഇങ്ങനെ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ 4 ഗേൾ എടുക്കുക. ബാക്കി ഒരു പോയി എടുക്കുക. ഇങ്ങനെ പറ്റും. 5 എണ്ണായല്ലോ. ഇതിൽ ചുരുങ്ങിയ 3 ഗേൾസ് ഉണ്ടല്ലോ. ഇത് 5 എണ്ണായി. ചുരുങ്ങിയ 3 ഗേൾസ് ഉണ്ട്. 2 ഗേളും 3 പോയി പറ്റില്ല. കാരണം അതിൽ ചുരുങ്ങിയ 3 ഗേളില്ല. അപ്പൊ ഇങ്ങനെ പറ്റും. അങ്ങനെയും പറ്റും. ഓക്കെ. അപ്പൊ 3 ഗേൾസ് 4 ഗേൾസ് എടുക്കുമ്പോൾ എത്ര നേരത്തെ പറ്റും. 4c2. 2 ബോയ്സ് വരുന്നത് എത്രയാണ്. അപ്പൊ നമ്മൾ ഇന്ത്യ ചെയ്താൽ പറ്റും. ഇതിനേക്കാൾ ഒന്ന് കുറവാണ് ഇവിടെ അല്ലെ. ആൻസർ എന്ത് വരിക. 4 തന്നെയാണ് വരിക. 7c2 7 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ കട്ട് ചെയ്താൽ 5 വരെ പോയി. 6 7 4 ഉണ്ട്. ഇവിടെ 6 × 7 വരും. ബാക്കി 2 കട്ട് ചെയ്താൽ മതി. ഇവിടെ 2 ഇതാ 6 7 42 42 ഇരട്ടി 84. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്.
ഇനി 4 ഗേളും ഒരു ബോയ് അത് പറ്റുമല്ലോ. 4 ഗേൾ എത്ര? 4 ഗേൾ 4 ഗേൾ എടുക്കുമ്പോ ഇത്ര തരത്തിൽ പറ്റും. ഒരു ബോയ് വേണം. എത്രയാ? 7 എന്നൊക്കെ എടുക്കാൻ പറ്റും. 4C4 എത്ര? 1. 7C1 അപ്പൊ ഇത് ഗുണിച്ച 7. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് വരുന്ന എത്ര പറ്റും? ഇതും അതും പറ്റും. ഇങ്ങനെയും കിട്ടും അങ്ങനെയും കിട്ടും. സോ ടോട്ടല് 84 പ്ലസ് 7 94 പ്ലസ് 7 91 തരത്തിൽ നമുക്ക് പറ്റും. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From a class of 25 students, 10 are to be chosen for a tour. There are 3 students who decide that either all of them will join or none of them will join. In how many ways can a tour party be chosen? That's the question. അതായത് ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുണ്ട്. 10 കുട്ടികളെ ടൂർ കൊണ്ടു. ഓക്കെ, 25-ൽ 10 കുട്ടികളെ ടൂർ ഉണ്ടോ? എത്ര സെലക്ട് ചെയ്യാൻ പറ്റും? എത്ര നമുക്ക് പറ്റും? അതിന്റെ കോമ്പിനേഷൻ 25C10 അല്ലേ? പക്ഷെ ഇവിടെ കണ്ടീഷൻ എന്താ വെച്ചാൽ ആ 25 കുട്ടികളിലെ 10 ആളെ കൊണ്ടുപോകുള്ളൂ. ആ ക്ലാസ്സിലെ 3 കുട്ടികളുണ്ട്. ഒന്നുകിൽ അവര് 3 ആളും ടൂറിന് പോരും, അല്ലെങ്കിൽ അവര് 3 ആളും പോരില്ല. എന്ന് പറഞ്ഞാല് 2 ആള് പോന്നിട്ട് ഒരാൾ ഒഴിഞ്ഞിരിക്കൂല. പോരാണെങ്കിൽ 3 ആളും പോരും, അല്ലെങ്കിൽ 3 ആളും പോരില്ല. അങ്ങനെ 3 കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര തരത്തിൽ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് 2 കേസ് ഉണ്ട്. ആ 3 കുട്ടികളും പോരുന്നുണ്ട് കരുത്. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം? ഞാൻ ഒരു 3 ആൾ പോരില്ലെങ്കിൽ കരുത്. If the 3 students are joined with the tour, if they are ready for the excursion, then we need to take the remaining 7 students from 22 students. ആകെ 25 കുട്ടികളുണ്ട്. അതിൽ 10 ആളെ നമുക്ക് വേണം. ഓക്കെ, ഈ 25 3 ആളുണ്ട്. ഒന്നുകിൽ അവര് പോരും 3 ആളും, അല്ലെങ്കിൽ 3 ആളും പോരും. ഈ അവര് 3 ആളും പോരുന്നുണ്ട് കരുത. അങ്ങനെയാണെങ്കിൽ ആ 3 ആള് പോരുന്നുണ്ട് ഉറപ്പാണെങ്കിൽ പിന്നെ ഓലെ എന്തായി? ഓല് റെഡിയാണ്. പിന്നെ ഓരോ കാര്യം നോക്കണ്ട, ഓലുണ്ടല്ലോ. അപ്പൊ 10ക്ക് 3 ആൾ റെഡി. ഇതിൽ 25 എണ്ണം മൊത്തം. അതിൽ 3 ആള് പോരുന്ന ഉറപ്പായി. അപ്പൊ ഓക്കെ, അപ്പൊ ഒരാൾ മാറ്റി. ഇനി എത്ര ഉണ്ട്? 22 അല്ലേ? ആ 22 നമുക്ക് എത്ര എടുക്കണം? 7 അല്ലെ? സോ ഇഫ് these 3 students are ready for the excursion, then we need to take the remaining 7 students from the remaining. ബാക്കി എത്ര? 22. അത് എത്ര പറ്റും? 25-ൽ 3 ആൾ റെഡിയാണോ? എന്നാ പിന്നെ മാറ്റി എടുത്താ ബാക്കി 22. ആ 22-ൽ തെരഞ്ഞാൽ പോലെ എണ്ണം 22C7 which is equal to 22 factorial by 7 factorial into 22 7 തമ്മിൽ കുറച്ച് നോക്കാം. 15 fact 15 അല്ലെ? 15 വരെ പോയി. ബാക്കി 16 17 19 20 വരണം അല്ലെ? 16 ഉണ്ടാവും, 17 18 19 20 കഴിഞ്ഞ് 21 22. താഴെ 1 2 3 4 5 6 7 തമ്മിലാണ് വെട്ടി ചെറുതാക്കി ചെയ്താൽ മതി. മൊത്തം 1,70,544 തരത്തിൽ നമുക്ക് ആ സെലക്ഷൻ ആണ്. ഓക്കെ, ഇനി ഇഫ് ദേ ആർ നോട്ട് റെഡി ഫോർ ദ എക്സെഷൻ, ഇനി അവരില്ലാന്ന് കരുതിക്കോളി. ഓക്കെ, 25 ആള്, ആ 3 ആളില്ല, എന്നാ പിന്നെ വല്ല മാറ്റാം. ഇനി എത്ര ആളുണ്ട്? ഓലില്ലല്ലോ. 22 ആളില്ലേ? അതിന് എത്ര എടുക്കണം? 7 എടുത്താൽ മതിയോ? 7 മതിയോ? ആ 3 ആളില്ലെങ്കിൽ പിന്നെ 10 ആൾ നമുക്ക് വേണം. ആ 10 ആൾ നമുക്ക് നിൽക്കാം, 22 നിൽക്കണം. ഇഫ് ദേ ആർ നോട്ട് റെഡി ഫോർ ദ എക്സെഷൻ, then we need to take the 10 students from the remaining. 3 ആളില്ലെങ്കിൽ ബാക്കി 22 അല്ലെ? അതെങ്ങനെ കിട്ടാം? 22C10 22 ഫാക്ടോറിയൽ 10 ഫാക്ടോറിയൽ തമ്മിൽ കുറച്ചാൽ 12 ഫാക്ടോറിയൽ. ഇവിടെ 12 വരെ പോയി അല്ലെ? ബാക്കി 13 14 15 16 17 18 19 20 21 22 താഴെ 1 മുതൽ 10 വരെ വെട്ടി ചെറുതാക്കിയിട്ട് അതിന്റെ വാല്യൂ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 8,17,190 തരത്തിൽ നമുക്ക് അങ്ങനെ സെലക്ഷൻ ആണ്. Okay, next question. In an examination, a question paper consists of 12 questions divided into 2 parts. Part 1 and part 2 contains 5 and 7 questions respectively.
A student is required to attempt 8 questions in order, selecting at least 3 from each part. In how many ways can a student select the question? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം 12 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് 2 പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ 5 ക്വസ്റ്റ്യൻ, പിന്നത്തെ പാർട്ടിൽ 7 ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് 12 ക്വസ്റ്റ്യൻ. ഓക്കെ. ഒരു കുട്ടി 8 ക്വസ്റ്റ്യൻ എഴുതണം. പക്ഷേ ആ 8 ക്വസ്റ്റ്യനിൽ അറ്റ്ലീസ്റ്റ് 3 ഫ്രം ഈച്ച് പാർട്ട്. ആ 8ൽ 3 രണ്ടൊന്നും ഉണ്ടാകും. മിനിമം 3. 7 ഇത് 7 ഇവിടുന്ന് എഴുതിയാണ്ട് ബാക്കി ഒന്നും ഇവിടുന്ന് പറ്റില്ല. അങ്ങനെയാകുമ്പോ 2 3 ഇത് എന്തായാലും വേണ്ടേ? അപ്പൊ നടക്കൂലല്ലോ. 5 ഇവിടുന്ന് ചെയ്തു, ബാക്കി 3 അവിടുന്ന്. അപ്പൊ എത്രയായി? 8 ആ 3 ഇവിടെ 5. അതിൽ ചുരുങ്ങിയത് എത്ര ഉണ്ട്? 3 ഉണ്ടല്ലോ. ചുരുങ്ങിയത് 3, 2 3 മിനിമം എടുക്കണം. ഓക്കെ. അങ്ങനെയാണ് എത്ര തരത്തിൽ പറ്റുന്ന നോക്കണം കേട്ടോ. മൊത്തം 8 വേണം, മിനിമം 3 2 വേണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് 3 എടുക്കുക, ബാക്കി അവിടുന്ന്. ഇത് പാർട്ട് 1 ആണ്, ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 3 എടുക്കുക, 3 ഫ്രം പാർട്ട് 1 ആൻഡ് ബാക്കി 5 ഫ്രം പാർട്ട് 2. 3 ക്വസ്റ്റ്യൻസ് ഫ്രം പാർട്ട് 1 ആൻഡ് 5 ക്വസ്റ്റ്യൻ ഫ്രം പാർട്ട് 2. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് പോസിബിൾ. 3 ഇതിന് എത്ര? 5 3 എടുക്കുക. വിച്ച് ഇസ് പോസിബിൾ ഇൻ 5C3 വേസ്. 3 ഇവിടെ എടുക്കണം, അല്ലെങ്കിൽ അല്ല. ഇവിടുന്ന് 3 പിന്നെ ആൻഡ് ആണ്, അതുകൊണ്ട് ഇൻറ്റു 5 അവിടുന്ന് 7 അല്ലേ സെക്കൻഡ് പാർട്ട്, അതിന് 5. അപ്പൊ നോക്കാം. 5C3 5 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 5 3 കുറക്കുക 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ 7 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ കുറച്ചാൽ 2 ഫാക്ടോറിയൽ. 3 വരെ പോയി, ബാക്കി 4 5 ഇവിടെ അല്ലേ. അപ്പൊ 4 into 5 ഇവിടെ വരും. താഴെ 2 ഉണ്ട്. 5 വരെ പോയി, ബാക്കി 6 7 6 into 7 ഇവിടെ വരും അല്ലേ. താഴെ 2. ഇത് 4 ആണ്, ഞാൻ വെട്ടിയ 4 ആണ്. ആ 4 പോകും. ബാക്കി 5 6 7 6 42 42 into 5 42 into 10 ആണെങ്കിൽ 420. അപ്പൊ അതിന്റെ പകുതി എടുത്താൽ മതി, 210. അപ്പൊ ഇവിടുന്ന് 3 ഇവിടുന്ന് 5 എടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് എട്ടെങ്കിൽ 210 210. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് 4 എടുക്കുക, ബാക്കി 4 ആവും. എട്ടല്ല വേണ്ടേ? പിന്നെ ഇവിടെ 5 എടുക്കുക, ബാക്കി 3 ആവും. അപ്പൊ ഇനി പാർട്ട് 1 ആകെ 5 ഉണ്ട്, അവിടെ 7 ഉണ്ട്. പാർട്ട് 1 4 എടുക്കുക, പാർട്ട് 2 ബാക്കി 4. 8 വേണ്ടേ? 4 4 8 വേണം. ഇവിടെ മിനിമം 3 വേണം. ഇവിടെ മിനിമം 2 മിനിമം 3. അപ്പൊ ഇവിടെ 5 4 എടുക്കണ എത്ര പറ്റും? 5C4 വേസ്. 7 4 എടുക്കാം, അത് 7C4 വേസ്. അപ്പൊ ഇൻറ്റു ചെയ്താൽ മതി. ഇതാ ഇതിനേക്കാൾ 1 കുറവാണ് ഇത് എങ്കിൽ നമ്മൾ പറഞ്ഞു ഇതാണ് ആൻസർ വരിക അല്ലെ. ഇത് 7 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ തമ്മിൽ കുറച്ച 3 ഫാക്ടോറിയൽ. 4 വരെ പോയി, ബാക്കി 5 6 7. ഈ 5 കൂടെ ചെയ്ത ഇവിടെ 5 6 7 ഉണ്ടാവും അല്ലെ. താഴെ 1 2 3 ആണ്. ഇത് 6 ആ, ഇത് 6 ആയിട്ട് പോയി. പിന്നെതാ 5 7 മുറിച്ചാൽ 35 35 into 5 10 കൊണ്ടാണെങ്കിൽ 35 350 350ന്റെ പകുതി 175. അപ്പൊ ഇവിടെ 4 4 ആണെങ്കിൽ എത്ര? 175 പറ്റും. ഓക്കെ. 3 5 ആണെങ്കിൽ ഇത്ര. ഇനി ഇവിടെ നമുക്ക് എടുക്കാം 5 ബാക്കി 3 ആവും. ഓക്കെ. അപ്പൊ 5 എവിടെ എടുക്കാം? 5 പാർട്ട് 1 ബാക്കി 3 പാർട്ട് 2. അങ്ങനെയാണെങ്കിൽ 5 questions from part 1 which is possible in 5C5 ways. 3 questions from part 2. Part 2 ആണ് 7 അല്ലേ. 7 3. അപ്പൊ നമുക്ക് കൂട്ടി ചെയ്താൽ മതി. 5C5 ഇത് രണ്ടും ഒരേ നമ്പർ ആണെങ്കിൽ ആൻസർ 1 അല്ലേ. 5C3 സോറി 7C3 7 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ. ഇത് 7 വരെ 4 വരെ പോയി, ബാക്കി 5 6 5 6 7 4 വരെ പോയി, ബാക്കി 1 2 3. ഇത് ഗുണിച്ചാൽ 6 ആ 6 6 പോകും. 35. അങ്ങനെയാണെങ്കിൽ 35 തരത്തിലും പറ്റും. ഓക്കെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ കൂട്ടിയാൽ മതി. 210 ഉണ്ട്, 175 35 മാറി കൂട്ടിയാൽ മതി. 420. അതാണ് മൊത്തം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n if 2nC3 is to nC3 equal to 12:1.
ഇത് ഈക്വൽ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ കാണുക. തുടങ്ങാം നമുക്ക് അല്ലെ. ഇത് നമ്മൾ ഈക്വൽ ടു 12. അപ്പോ x/y ഈക്വൽ ടു 3:7 ആണ് കരുതിക്കോ. ഇത് ഈക്വൽ ടു ആണ്. x/y ഈക്വൽ ടു 3:7 ആണെങ്കിൽ നമുക്ക് അതിനെ ഫ്രാക്ഷൻ ടൈപ്പിൽ എങ്ങനെ എഴുതാം? x/y ഈക്വൽ ടു 3/7 എഴുതാം. ഇനിയിപ്പോ y/x ആണെങ്കിൽ 7/3 അങ്ങനെയൊക്കെ എഴുതാം. ക്രോസ് ചെയ്താൽ മതി. ഈ രൂപ കിട്ടും, പ്രോഡക്റ്റ് കിട്ടും. 7x ഈക്വൽ ടു 3y കിട്ടും. ഇത് ഇങ്ങനെ വിളിച്ചാൽ മതി. 7x ഈക്വൽ ടു 3y. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. 2nc3:nc3 ഈക്വൽ ടു 12:1 ആണെങ്കിൽ this one by this one ഈക്വൽ ടു 12/1. എഴുതി കൂടെ. സോ 2nc3/nc3 ഈക്വൽ ടു 12/1. c3 ഒന്നും കട്ട് ചെയ്യാൻ പറ്റൂല കേട്ടോ. അതാണോ നമ്മൾ എങ്ങനെയാണ് 7c4 കാണാം? കോമ്പിനേഷൻ ഈ ഫാക്ടോറിയൽ മേലെ കൊടുക്കും, ഈ ഫാക്ടോറിയൽ താഴെ കൊടുക്കും. ഇത് തമ്മിൽ കുറച്ച 3 ആണ്, അതുകൊണ്ട് അത് അവിടെ കൊടുക്കും അല്ലെ. അതുപോലെ ഇത് പറഞ്ഞാൽ ഇതിന് മാത്രമേ 2nc3 ഇതവിടെ വെക്കട്ടെ. 2nc3 മാത്രം 2n ഫാക്ടോറിയൽ മേലെ കൊടുക്കും, പിന്നെ 3 ഫാക്ടോറിയൽ താഴെ കൊടുക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാ? 2n ഉം 3 കുറക്കും. അത് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് 2n - 3 അത്ര ഫാക്ടോറിയലും കൊടുക്കും അല്ലെ. ഇതാണ് ഈ ന്യൂമറേറ്ററിന്റെ എക്സ്പാൻഷൻ. ഓക്കെ, പിന്നെ നമ്മൾ ബൈ, ഇത്രയുമാണ് നമ്മളെ ന്യൂമറേറ്റർ. ഇനി അതേമാതിരി nc3 പറഞ്ഞ n ഫാക്ടോറിയൽ എഴുതുന്നു മുകളില്, പിന്നെ താഴെ 3 ഫാക്ടോറിയൽ എഴുതും, ശേഷം n - 3 അതിനും ഫാക്ടോറിയൽ അങ്ങനല്ലേ. ഇതാണ് ഈ ഡിനോമിനേറ്ററിന്റെ എക്സ്പാൻഷൻ. ഇത് രണ്ടെണ്ണുണ്ടാവും, ഇത് രണ്ടെണ്ണം. അവിടെ ഈക്വൽ ടു എന്താണ്? 12/1. ഇനി ഇതിന്റെ താഴെ ഇത്, അതിന് താഴെ ഇത്, അതിന് താഴെ ഇത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എഴുതിയിട്ട് ഈ രണ്ടെണ്ണത്തിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇവിടെ വിളിച്ചാൽ മതി അല്ലെ. ഇത് രണ്ടും അതുപോലെ ഇതാ 2n ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 2n - 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇത് രണ്ടും മറിച്ച് ഇത് ഏറ്റവും മേലേക്ക് വരും അല്ലെ, ഇത് ഏറ്റവും മുകളിൽ വരും, ഇത് താഴെ വരും. 3 ഫാക്ടോറിയൽ പിന്നെയോ n - 3 ഫാക്ടോറിയൽ, താഴെ n ഫാക്ടോറിയൽ, അപ്പുറത്ത് 12/1. ഓക്കെ, ഈ രണ്ട് 3 ഫാക്ടോറിയൽ കട്ട് ചെയ്യാം. ഇനി ഇത് 2n ഫാക്ടോറിയൽ, ഇത് 2n - 3 ഫാക്ടോറിയൽ. ഇതിനേക്കാൾ കുറച്ച് കുറവുണ്ട്. ഇത് 20 ആണെങ്കിൽ അതിനൊരു 3 കുറഞ്ഞു. 2n ഉം 2n - 3 ആണ്. ഇത് എത്രയാണ്? അതിന് 3 കുറയും അല്ലെ. ഇത് n - 3 ഫാക്ടോറിയൽ, n ഫാക്ടോറിയൽ. ഇതിനേക്കാൾ ഒരു 3 കുറവാണ്. ഇവിടെ ഇത് ചെറുതും ഇത് വലുതുമാണ്. ഇവിടെ ഇതാണ് വലുത്, ഇതാണ് ചെറുത്. നമ്മള് 20 ഫാക്ടോറിയൽ നമുക്ക് 1 × 2 × 3 × അങ്ങനെ പോയി എവിടെ വരെ ചെയ്താ? 20 വരെ ചെയ്താ. തിരിച്ച് ചെയ്യൂല നമ്മള് 20 × 19 × 18 അങ്ങനെ പോയി 3 × 2 × 1 അങ്ങനെ എഴുതി കൂടെ. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ 20 ഫാക്ടർ 20 × എഴുതിയിട്ട് പിന്നെ എത്രയും ഒരു ഫാക്ടോറിയൽ ആക്കി മാറ്റാം. 20 ഫാക്ടോറിയലിനെ 20 × 19 ഫാക്ടോറിയൽ എഴുതാം. കാരണം ഈ 19 ഫാക്ടോറിയലിന്റെ ഉള്ളിൽ 1 മുതൽ 10 വരെ ഇറങ്ങിയിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ട്. പിന്നെ അതുപാടെ വരും അല്ലെ. ഇങ്ങനെ ചെയ്തോടെ. അല്ലെങ്കിൽ രണ്ടെണ്ണം എഴുതാ 20 ഉം 19 എഴുതിയിട്ട് ബാക്കി 18 ഫാക്ടോറിയൽ കൊടുക്കാം. അല്ലെങ്കിൽ 20 ഉം 19 എഴുതാം, 18 എഴുതാം, പിന്നെ 17 അതിന് കൊടുത്തൂടെ. അങ്ങനെയാണെങ്കിൽ വലുതിനെ കുറച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കുറച്ചുകൂടെ എഴുതിയിട്ട് അതിന്റെ ബാക്കിക്ക് ഫാക്ടോറിയൽ കൊടുക്കും. ഈ രണ്ടെണ്ണത്തിന് നോക്കും. ഇത് 2n, ഇത് 2n - ഇതിലേത് വലുത് ഇതല്ലേ. അപ്പൊ ഇതിന് ചുരുക്കി ഇങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. 2n 20 ആണെങ്കിൽ അടുത്ത 20 ഒന്ന് കുറച്ചാൽ മതി. പിന്നെ ഓരോന്ന് കുറച്ചല്ലേ പോണേ. 7 ആണെങ്കിൽ 7 കഴിഞ്ഞാൽ പിന്നെ 6 ആയി വരും. 2n ആണെങ്കിൽ 2n ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 1 × 2 × 3 × 4 അങ്ങനെ പോയിട്ട് 2n വരെ ഇടണം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ആലോചിച്ച് നോക്കാം. ആദ്യം 2n, പിന്നെ ഒന്ന് ഓർക്കാം 2n - 1, പിന്നെ ഒന്ന് ഓർക്കാം 2n - 2, 2n - 3, 2n - 4 അങ്ങനെ പോരാ അല്ലെ. അപ്പോ ഇതിനെ എഴുതാണ് 20 × പിന്നെ ഒന്ന് ഓർക്കുക 90 അല്ലെ. അതേമാതിരി 2n × ഒന്ന് ഓർക്കുക. ഇതൊന്ന് ഓർച്ചെന്താ 2n - 1 ഫാക്ടോറിയൽ വേണമെങ്കിൽ കൊടുക്കുക അല്ലെ. 20 × അപ്പുറത്തിന് ഫാക്ടോറിയൽ, അതിന് രണ്ടെണ്ണം എഴുതാ കേട്ടോ. 2n - 1 കഴിഞ്ഞാൽ തരാ 2n - 2, പിന്നെ 2n - 3, 2n അങ്ങനെ പോകും. അങ്ങനെ 1 വരെ ചുരുങ്ങി പോകും. 2n × 2n - 1 × പിന്നെ നമുക്ക് വേണമെങ്കിൽ 2n - 2 ഫാക്ടോറിയൽ കൊടുക്കാം.
ഇവിടെ 2n-3 അല്ലേ, അപ്പൊ അതുവരെ കൊണ്ടുപോകാം. 2n കുറക്കുമ്പോ 2n-1 ഒന്നുകൂടി കുറക്കുമ്പോ 2n-2 ഒന്നുകൂടി കുറക്കാം. അപ്പൊ 2n-3 വരും അല്ലെ. ഇനി 2n-4 ഒക്കെ വന്നേക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിർത്തുക, 3 വരെ എഴുതിയിട്ട് അവിടെ നിർത്തിയിട്ട് കൊടുക്കുക ഫാക്ടർ. കണ്ടോ, ഇവിടെ 2n-3 താഴെ വെട്ടി പോകാൻ വേണ്ടിട്ട് താഴെ 2n-3 ഇല്ലേ ഫാക്ടോറിയൽ ഇല്ലേ, ആ 2n-3 കാണുന്ന വരെ. ഇപ്പൊ ഇതില് വലുത് ഇത് ചെറുതാണ്, വലുതിനെ ചെറുതാക്കി കൊണ്ടാൻ പറ്റുള്ളൂ, ചെറുതിനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല. ഈ 2n-3 ഫാക്ടർ നോട്ടെ, ഇതിനെ ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുപോകുക, വലുതിനെ ചെറുതാക്കി കൊണ്ടുപോകുമ്പോ ഇതിനെ കാണുന്നവരെ പോവുക, ഇതിനെ കണ്ട ഉടനെ ഫാക്ടോറിയൽ കൊടുക്കുക. അപ്പൊ 2n ഒന്ന് ഓർക്കുമ്പോ 2n-1, 2n-2, 2n-3, 2n-4, 2n-5 കൊടുക്കാം. ഇതിപ്പോ 2n-3 ഫാക്ടറിൽ ആയതുകൊണ്ട് അവിടെ വരെ പോയിട്ട് ഫാക്ടർ കൊടുക്കാം. അപ്പൊ ഇത് രണ്ടെണ്ണത്തിന് എങ്ങനെ കേട്ടോ, ഇൻറ്റു. ഇനി ഇവിടെ ഇത് n-3 ഫാക്ടറിൽ, ഇത് n ഫാക്ടറിൽ. ഇതിലേതാ വലുത്, ഇതാണ് വലുത്. അപ്പൊ ഇതിങ്ങനെ കുറച്ച് കൊണ്ടുപോകും, ഇത് അതുപോലെ ഇതാ n-3 ഫാക്ടറിൽ അതുപോലെ ഇതാ. താഴെ ഇത് n ഫാക്ടറിൽ എങ്ങനെ ഇതാ, n ഇൻറ്റു ഒന്ന് ഓർക്കാം, n-1 ഇൻറ്റു ഒന്നുകൂടെ ഓർക്കാം, n-2 ഇൻറ്റു ഒന്നുകൂടെ കുറക്കാം. അപ്പൊ നമുക്ക് n-3 ഉടനെ കൊടുക്കുക ഫാക്ടറിൽ. അവിടെ 12/1 ഉണ്ട്, മറക്കണ്ട. ഇനി 2n-3 ഫാക്ടോറിയലും ഇതും വെട്ടിക്കും, ഇത് n-3 ഫാക്ടോറിയലും ഇതും വെട്ടിക്കും. ബാക്കി അതൊക്കെ ഉള്ളത് ഒരു 2n ഉണ്ട്, 2n-1 ഉണ്ട്, 2n-2 ഉണ്ട്. ഇവിടുത്തെ ഒരു 2 പുറത്തേക്ക് എടുത്തോക്കാം, അവിടെ ഒരു 2 കോമൺ ആയിട്ടാണ്. ഇത് 2 ഇൻറ്റു n ആണ്, -2 ഇൻറ്റു 1 ആണ്. ഇവിടെ 2 കോമൺ വന്നാൽ ഇവിടെ n ഉണ്ടാവും, ഇവിടെ -1 ഉണ്ടാവും, n-1. നിങ്ങളുടെ ഉള്ളിൽ കുറിച്ചോക്കാം 2n-2 തന്നെ കിട്ടാം. അപ്പൊ ഇവിടുത്തെ താഴത്ത് പോയി ഇൻറ്റു ഇവിടെയോ, ഇവിടെ പിന്നെ മുകളിൽ ഒന്നുമില്ല ഒന്നുണ്ട്, ബാക്കി n ഉണ്ട്, n-1, n-2. അപ്പുറത്ത് 12/1 അല്ലെങ്കിൽ 12. ഇനി n-1ഉം n-1ഉം വെട്ടാം, ഈ n-ഉം ഈ n-ഉം വെട്ടാം. ഇനി ഏതാ ഇവിടെ n-2 ഇവിടെ ഇതുണ്ട് അല്ലെ, ഒരു 2 ഉണ്ട്, 2n-1 ഉണ്ട്, ഒരു 2 ഇവിടെ ബാക്കിയുണ്ട്. താഴെ n-2 ഈക്വൽ ടു 12/1 അല്ലെ. അപ്പൊ 2n-1 എഴുതി, താഴെ ഒരു n-2 അത് എഴുതി, 12/1 എഴുതി. ഇത് 2 ഇൻറ്റു 2 4 അല്ലേ, അത് ഇവിടെ വരും അല്ലെ, ഇവിടെ 4 വരും. ആ 4 ഇങ്ങോട്ട് കൊണ്ടുമ്പോ അത് ഇവിടുക്ക വരാം, ഇവിടെ ഇൻറ്റു 4 ആ ഇങ്ങോട്ട് വരുമ്പോ എന്തില്ല 12/4. ഇവിടെ 1 ഇല്ലേനോ, ഈ ഇൻറ്റു 4 ഇങ്ങോട്ട് വരുമ്പോ /4. എത്ര 12/4 എന്നാ 3 ആണ്. അപ്പൊ 2n-1/n-2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. 3 എന്ന് പറഞ്ഞാൽ 3/1 കേട്ടോ. ക്രോസ് ചെയ്ത് നോക്കാം, ഇത് തമ്മിൽ ഗുണിച്ച് നോക്കാം, 3 ഇൻറ്റു n-2 ഈക്വൽ ടു 1 ഇൻറ്റു 2n-1 എന്ന് പറഞ്ഞാൽ 2n-1 തന്നെ അല്ലെ. ഇതിലുള്ള ഗുണിച്ച 3n-6 ഈക്വൽ ടു 2n-. ഇവിടെ 3n ഉണ്ട്, ഇവിടെ 2n ഉണ്ട്. ആ 3n ഇവിടെ ഇല്ല, ആ ഇവിടെ ഈ 2n ഒരു സൈഡ് എടുക്കണം, ആ 2n കിട്ടുമ്പോ -2 അല്ലെ. അവിടെ -1 ഉണ്ട്, ഈ -6 ആകുമ്പോ +6. 3n 2n പോയ എത്ര, 1n ഒരു n അല്ലേ ഉള്ളൂ. -1 + 6 എത്ര, വലുതിന് ചെറുത് കുറക്കാം, വലുതിന് ചിഹ്നം 5 അല്ലേ. സോ n ഈക്വൽ ടു 5. എന്നിന്റെ വാല്യൂ എത്ര കിട്ടി, 5. ഓക്കെ. അപ്പൊ ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്ററുമായി തിരിച്ചാം. ഓക്കെ.